ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 ബെഡ്റൂമിൻ്റെ ഒരു ആർക്കിടെക്ചറലായി പണിതിട്ടുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. മനോഹരമായ ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ള ഒരു എലിവേഷൻ നമുക്ക് കാണാം. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 4 കിലോമീറ്ററും മെട്രോ സ്റ്റേഷനിലേക്ക് 6 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 16 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വിശാലമായ ഒരു റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ചുറ്റുമതിൽ കാണാം. അവിടെയും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ളൊരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. കയറി വരുന്നത് കവേഡോടുകൂടി വരുന്ന വിശാലമായൊരു കാർപോർച്ച് ഏരിയയിലേക്കാണ്. ഇന്റർലോക്ക് കട്ടയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. മനോഹരമായ പെയിന്റ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈ ക്വാളിറ്റിയോടുകൂടി തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം. ഈ ഭാഗത്തെല്ലാം ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഇരിപ്പിടവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഇവിടെയാണ് കിണർ വരുന്നത്. ഈ ഭാഗത്തും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് വേസ്റ്റ് ഇടാനുള്ള പ്രൊവിഷൻ എല്ലാം കൊടുത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കും ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്കുമാണ്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മരങ്ങളായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. വലിപ്പമുള്ളൊരു സിംഗിൾ പാളിയോടുള്ള ഡോറ് തുറന്ന് കയറി വരുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. മനോഹരമായ ഒരു ലിവിംഗ് ഹാൾ നമുക്ക് കാണാം. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് കാണാം. അതിനോട് തൊട്ട് ചേർന്നായി ഇൻഡോർ പ്ലാന്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. V-ഗാർഡിൻ്റെ വയറെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തായി സ്ലൈഡിംഗ് ഡോറോടുകൂടി വരുന്ന ഒരു കോർട്ട്യാർഡ് സ്പേസ് കാണാം. അവിടെയും ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പോകേണ്ടത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ ആ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. വുഡ് ആൻഡ് ഗ്രേ കളറിൽ വരുന്ന കബോർഡ് കളർ കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ കൂടാതെ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു വർക്ക് ഏരിയ സ്പേസിനുള്ള ഏരിയയാണ് ഇവിടെ ടൈലെല്ലാം ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നത്. ഡൈനിങ് ഹാളിലായി വരുന്ന ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് ആ ഒരു വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കാണാം. ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതും വുഡ് കളറിലും ഗ്രേ കളർ കോമ്പിനേഷനാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായാണ് വരുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം.
നല്ല ഭംഗിയിലാണ് സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിട്ടുള്ളത് ടഫൻ ഗ്ലാസും വുഡുമാണ്. സ്റ്റെയർ കേസിന്റെ ആ ഒരു ഭാഗത്തെല്ലാം പ്രൊഫൈൽ കൊണ്ടുള്ള ഒരു ഡിസൈൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസ് കയറി വരുന്നത് എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ്. മുകളിലെ നിലയിലായി വരുന്നത് 3 ബെഡ്റൂമാണ്. നല്ല ഭംഗിയിൽ വരുന്ന ഈ ഒരു ഹോളിലായി ഒരു സ്റ്റഡി യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റോട് കൂടി വരുന്ന ഒരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാവുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കോട്ടും ബെഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. ഈ ബെഡിന്റെ ഫ്രണ്ടിലായി ഹെഡ് റെസ്റ്റോടെയും അഡീഷണൽ ആയിട്ട് വരാനുണ്ട്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് അഡീഷണൽ ആയിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും ബാൽക്കണിയും ലഭിക്കുന്നുണ്ട്. ഇതിന്റെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകളാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാൽക്കണി വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. സ്ലൈഡിംഗ് ഡോറോടുകൂടി വരുന്ന ഗ്ലാസ് ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെക്യൂരിറ്റിക്ക് വേണ്ടിയായി അവിടെയായി ജിയുടെ പൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കവേർഡ് ഏരിയ നമുക്ക് കാണാം. വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി മുകളിലായി ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അവിടെയെല്ലാം ഇൻഡോർ പ്ലാന്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വീടിന്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം 135 സ്ക്വയർ ഫീറ്റിൽ വരുന്ന വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കോടുകൂടി വരുന്ന ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ടൊരു ബാൽക്കണി ഏരിയ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായാണ് ബാൽക്കണി വരുന്നത്. നല്ല പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല വീടുകളെല്ലാം നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇനി നമുക്ക് വീടിന്റെ 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്ക് വരാം. ഇതും ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കാണാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് ബാത്റൂം വരിക. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി ബസ് സ്റ്റോപ്പിൽ നിന്ന് ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 4 സെന്റിൽ 1900 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 83 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.